إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത എപ്പോഴും എന്നും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ അടിയാന്മാർ, മഹത്തായ ഒരു മാസം നമ്മുടെ അരികിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. എത്ര പെട്ടെന്നാണ് റമദാൻ പോയത്, പെരുന്നാൾ പോയത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂടായില്ല. പക്ഷേ റമദാൻ അതിശീഘ്രം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസം, അതായത് ഈ മാസം, ഇന്ന് ശഅബാൻ 7-ആണ്. ശഅബാൻ മാസത്തിൽ റമദാന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമായിരുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരുക്കം? വീട്ടിൽ പെയിന്റ് അടിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങാറ് റമദാനിൽ എന്താണോ ഉള്ളത് അത് അനുഷ്ഠിച്ചു കൊണ്ടായിരിക്കും. റമദാൻ നമ്മളിൽ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ ശഅബാൻ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യാറ്? ധാരാളമായി നോമ്പ് നിൽക്കാറുണ്ടായിരുന്നു എന്നാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് എന്നുള്ള ഇമാം നസായിയും മറ്റു പല മുഹദ്ദിസീങ്ങളും സഹിയായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ ശഅബാനിൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണാറില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس ബൈന റജബി വ റമളാൻ. റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാവുന്ന ഒരു മാസമാണിത്. ജനങ്ങളൊക്കെയും അതേക്കുറിച്ച് അശ്രദ്ധാലുക്കളാണ്. ആ ഒരു മാസമാണിത്. ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മാസത്തിലാണ് അള്ളാഹുവിലേക്ക് നമ്മുടെ സൽപ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പക്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണത്. അതെ, നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകളിൽ അള്ളാഹു സുബ്ഹാനത്തിലേക്ക് ഉയർന്നു പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നോമ്പ് നിൽക്കുന്നു എന്നാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലം യകുൻ യസൂമു മിനസ് സനതി ശഹ്റൻ താമ്മൻ ഇല്ലാ ശഅബാന യസ്ലുഹു ബി റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസവും പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല, ശഅബാൻ അല്ലാതെ നോമ്പ് നോറ്റുകൊണ്ട് റമദാനിലേക്ക് ചേർക്കുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നോമ്പ് ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചൊരു മാസമായിരുന്നു ഏത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ. അതായത് പ്രത്യേക പ്രാധാന്യമുള്ള 2 മാസങ്ങൾക്കിടയിൽ വരുന്ന ഒരു മാസമാണ് ശഅബാൻ.
ഒന്ന് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട റജബ്, ഖുർആൻ അവതരിപ്പിച്ച മാസമായ റമദാൻ, അതിൻ്റെ ഇടയിൽ വരുന്നൊരു മാസം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിർ. അള്ളാഹുവിന്റെ റസൂൽ നോമ്പെടുക്കുന്നത് നിർത്തുകയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും. വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു. സുന്നത്ത് നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാറില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാതിരിക്കുകയും ചെയ്യും. ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമി ശഹ്റിൻ ഇല്ല റമദാൻ. എന്നാൽ റമദാൻ ഒഴികെ ഒരു മാസം പൂർണ്ണമായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റ ഒരു മാസം ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തു അക്സറ സിയാമൻ മിൻ ഖുഫി ശഅബാൻ. ശഅബാനിലല്ലാതെ അത്രയധികം മറ്റു മാസങ്ങളിലൊന്നും റമദാൻ ഒഴികെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാറുണ്ടായിരുന്ന ഏത് മാസമാണ്? അത് ശഅബാനിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഫതുൽ ബാരിയിൽ കൊടുത്തു, വഫീൽ ഹദീസി ദലീലുൻ അലാ ഫദ്ലി സൗമി ഫി ശഅബാൻ. ഈ ഹദീസിൽ തെളിവുണ്ട് ശഅബാനിൽ നോമ്പ് നോൽക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി കുറിക്കുന്നതിന് ഈ ഹദീസ് നമുക്ക് എമ്പാട് തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅമ്മ സിയാമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അശ്ഹുരി സനതി ഫകാന യസൂമു മിൻ ശഅബാൻ മാ ലാ യസൂമു മിൻ ഗൈരിഹി മിൻ ശുഹൂർ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ ഒഴികെ സുന്നത്ത് നോമ്പ് ഇത്രയധികം വർദ്ധിപ്പിച്ച മറ്റൊരു മാസമില്ല, അത് വർഷങ്ങളിലെ മറ്റു മാസങ്ങളെ കണക്കാക്കിയാൽ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത്തരം ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താണ്? അത് ഈ ശഅബാൻ മാസത്തിലെ നോമ്പാണെന്നാണ്. ഇമാം സൻആനി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഫീ ദലീലുൻ അലാ അന്നഹു യഖുസ്സു ശഅബാന ഫി സൗമി അക്സറ മിൻ ഗൈരിഹി. റമദാൻ കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിൽ പ്രത്യേകമായി മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നുവെന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശഅബാനാണ് എന്നാണ് ഉത്തരം. അതുകൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ സുമ്മ യസ്ലിഹു ബി റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടത് അത് ശഅബാനിലായിരുന്നു. അങ്ങനെ നോമ്പുകാരനായിരിക്കെ നോമ്പ് നോറ്റ് ഇടയ്ക്ക് ഒഴിവാക്കി നോമ്പ് നോറ്റ് റമളാനിൽ കൂടെ അത് ചേർക്കുമായിരുന്നു എന്നാണ്. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൈനി മുതതാബിഈൻ ഇല്ല ശഅബാന വ റമളാൻ. റമളാനിലും ശഅബാനിലും, റമളാൻ അതുപോലെ തന്നെ ശഅബാൻ, ഇത് രണ്ടും യോജിപ്പിക്കുന്ന 2 മാസങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഏറ്റവും കൂടുതൽ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോക്കാനുണ്ടായിരുന്ന കാരണം പണ്ഡിതന്മാർ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയാണ്, സിയാമു ശഅബാന അഫ്ളു മിൻ സിയാമിൽ അശ്ഹുരിൽ ഹുറം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കപ്പെട്ട 4 മാസമുണ്ട്, മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ഫضലുണ്ട് ശഅബാനിൽ നോമ്പ് നോൽക്കുന്നതിന്. കാരണം എന്തുകൊണ്ടാണ്? അഫ്ളു തതഅവ്വി മാ കാന ഖരീബുൻ മിന റമളാൻ ഖബ്ലഹു വ ബഅദഹു. കാരണം സുന്നത്ത് നോമ്പ് റമളാനിന് മുമ്പും പിന്നെയും നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് അഫ്ളലായ ഏറ്റവും മഹത്വമേറിയ നോമ്പാണ്. വതകൂനു മൻസിലത്തുഹു മിൻ സിയാമി ബിമൻസിലത്തി സുനനി റവാതിബി മഅൽ ഫറായിദി ഖബ്ലഹ വ ബഅദഹ. ഏതുപോലെ നമ്മൾ ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും പിമ്പിലും നമുക്ക് ചില സുന്നത്ത് നോമ്പുകൾ, റവാതിബ് സുന്നത്ത് നോമ്പുകളുണ്ട്, അല്ല സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫർദ് നിസ്കാരത്തിന്റെ മുന്നിലും പിറകിലും റവാതിബായ സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുപോലെയാണ് റമദാനിന് മുമ്പിലും പിന്നിലും സുന്നത്ത് നോമ്പുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വയ്യത്തക്മിലത്തുൽ ലിനക്സിൽ ഫറായി, ഫർദിൽ വരുന്ന എന്തെങ്കിലും കുറവുകളെ അത് നികത്താൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് റവാതിബ് സുന്നത്തുണ്ട് നിസ്കാരങ്ങൾക്ക്, ഫർദ് നിസ്കാരങ്ങൾക്ക്. നമ്മുടെ ഫർദ് നിസ്കാരങ്ങളിൽ വരുന്ന എന്തെങ്കിലും കുറവുകളെ ആ സുന്നത്ത് നിസ്കാരങ്ങൾ നികത്തും. അതുപോലെ
റമദാനിൽ ഉണ്ടാകുന്ന നമ്മുടെ കുറവുകളെ നികത്താൻ വേണ്ടിയിട്ടാണ് ഷഅബാനിലെ നോമ്പും ശവ്വാലിലെ നോമ്പും നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. വകദാലിക സിയാമു മാ ഖബല റമദാന വ ബഅദഹു, അങ്ങനെയാണ് അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഫകന്നമ അന്ന സുനൻ റവാതിബ അഫ്ദലു മിൻ തതവ്വിൽ മുതലക്കി ബിസലാത്തി ഫകദാലിക യകൂനു സിയാമു മാ ഖബല റമദാന വ ബഅദഹു. അതായത് ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പതിലുള്ള നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ റവാത്തിബായ സുന്നത്ത് നിസ്കാരമാണ്, ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള. അതുപോലെ സുന്നത്തായ നോമ്പുകളിൽ ഏറ്റവും മഹത്വമേറിയ നോമ്പ് ഏതായിട്ട് വരിക? റമദാനിലുള്ള മുമ്പിലുള്ളിയും പിമ്പിലുള്ളിയും നോമ്പുകൾക്കാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ഉമ്മുമിൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലം അറഉ സായിമൻ ബിൻ ശഅരി ഖത്തു അക്സറ മിൻ സിയാമിഹി മിന ശഅബാന കാന യസൂമു ശഅബാന കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പറയണേ, കാന യസൂമു ശഅബാന കുല്ലഹു, ശഅബാൻ മാസം മുഴുവനും നോമ്പെടുത്തിരുന്നു. യസൂമു ശഅബാന ഇല്ലാ ഖലീല, വളരെ ചുരുക്കമുള്ള ദിവസങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഷഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാതിരുന്നുള്ളൂ. ഈ കുല്ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവനായി എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം നവവി പറഞ്ഞു, വബഅന അന്ന ഖൗലഹ ഐ ഗാലിബഹു, മുഴുവനും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഷഅബാനിൽ ഭൂരിഭാഗവും ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. മാത്രവുമല്ല, ഷഅബാനിൽ എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മൾ ആദ്യം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഅബാൻ മാസത്തിലാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. പണ്ഡിതന്മാർ പറയാൻ, ഇന്ന അഅമാലിൽ ഇബാദി തുഅറദു അലല്ലാഹി തആല കുല്ല യൗമിൻ സുമ്മ തുഅറദു അലൈഹി അഅമാലുൽ ജുമുഅത്തി ഫീ കുല്ലി ഇസ്നൈൻ വ ഖമീസ്. എല്ലാ ദിവസങ്ങളിലും ഒരു വ്യക്തിയുടെ സൽക്രമങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്നുണ്ട്. എന്നാൽ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരു മനുഷ്യന്റെ സൽക്രമങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരുന്നുണ്ട്. സുമ്മ തുഅറദു അലൈഹി അഅമാലു സനത്തി ഫി ശഅബാൻ, എന്നാൽ വർഷത്തിൽ അല്ലാഹുവിലേക്ക് അവന്റെ സൽക്രമങ്ങൾ ഉയരുന്നത് ശഅബാൻ മാസത്തിലാണ്. ഫതുഅറദു അർളൻ ബഅദ അർളിൻ വലിക്കുല്ലി അർളിൻ ലിഹികുമ, ഓരോന്നിനും അതിൻ്റെതായ നടപടിക്രമങ്ങൾ അല്ലാഹുവിനുണ്ട്. ഇതിൽ ഓരോന്നിലും എന്തുണ്ട്? ചില യുക്തിയുണ്ട്, അല്ലാഹുവിൻ്റെതായ യുക്തിയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. എന്നാൽ ഷഅബാനിൽ പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ സാമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ കാമിലൻ ഖത്തു ഗൈറ റമദാൻ, റമദാൻ ഒഴികെ ഷഅബാനിൽ പൂർണ്ണമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, വലാ സാമ ഷഹ്റൻ കാമിലൻ ഗൈറ റമദാൻ, റമദാൻ ഒഴികെ മറ്റൊരു മാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പ് നോറ്റിരുന്നില്ല. എന്ന് വെച്ചാൽ ശഅബാൻ അധിക ദിവസവും നോമ്പെടുത്തു, എന്നാൽ മുഴുവനുമായി എടുത്തില്ല എന്നതാണ് കൂടുതലായി പ്രബലമായിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടാവും. അത് നോറ്റി വീട്ടാൻ ബാക്കിയുള്ളവർ അക്കാര്യം ഈ മാസത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബിമാരുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തഖൂലു കാന യകൂനു അലയ്യ സൗമു മിൻ റമളാന ഫമാ അസ്തതിഉ അൻ അഖ്ദിയ ഇല്ലാ ഫി ശഅബാൻ. അതായത് റമളാനിലെ നോമ്പ് എനിക്ക് നോറ്റുവിട്ടാൻ ബാക്കിയുള്ളത് ശഅബാനിലാണ് ഞാൻ നോറ്റുവിട്ടാൻ എനിക്ക് കഴിഞ്ഞിരുന്നത്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ശുഗൽ കൊണ്ടും തിരക്ക് മൂലം എനിക്ക് നോറ്റുവിട്ടാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ കഴിഞ്ഞ റമളാനിൽ ബാക്കിയുള്ളത് ഈ വരുന്ന ശഅബാനിലായിരുന്നു. അതായത് പിന്നീട് വരുന്ന റമളാൻ അടുത്ത് മുമ്പുള്ള ശഅബാനിലായിരുന്നു ഞാൻ നോറ്റുവിട്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ അധികം ഈ മാസം അവർ നോമ്പുകാരായിരിക്കും. അതായത് രോഗം കാരണത്താലോ മറ്റോ നോമ്പനുഷ്ഠിക്കാൻ കഴിയാതിരുന്നവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നെ നോമ്പെടുത്ത് വീട്ടാൻ കഴിയാത്തവർ ഫിദിയ നൽകിയത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു മിസ്കീൻ ഒരു നേരത്തെ ഭക്ഷണമാണ് ഫിദിയ നൽകേണ്ടത്. അയ്യാമൻ മഅദൂദാത്ത് അല്ലാഹു പറഞ്ഞില്ലേ, ഫമൻ കാന മിൻകും മരീദൻ ഔ ലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ വഅലല്ലദീന യുതീഖുനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. നോമ്പെടുത്ത് വീട്ടാൻ സാധിക്കുന്നില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഒരു മിസ്കീന് ഒരു നേരത്തെ ഭക്ഷണം ഒരു നോമ്പിന് പകരമായി ഫിദിയ കൊടുക്കേണ്ടതുണ്ട്. അതിലും എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ശഅബാൻ റമളാനിന് വേണ്ടി ഒരുങ്ങാനുള്ള മാസമാണ്.
അത് പരിപൂർണ അർത്ഥത്തിൽ നമ്മൾ ആ രൂപത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അംർ ഇബ്നു ഖൈസ് റഹ്മഹുല്ലാഹ് വലിയ താബി പണ്ഡിതനാണ്. താബി അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 146-ലാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാ ദഖല ഷഅബാൻ, അദ്ദേഹത്തെ പറ്റി പറയാൻ, അദ്ദേഹം എങ്ങാനും ഷഅബാനിൽ പ്രവേശിച്ചാൽ അഗ്ലഖ തിജാറത്തുഹു, അദ്ദേഹത്തിന്റെ കച്ചവടം നിർത്തിവെക്കുകയും വതഫറഖ ലിഖിറാഅതിഹിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു. വകാന യഖൂലു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമളാൻ, റമളാനിന് മുമ്പ് തൻ്റെ മനസ്സിനെ നന്നാക്കിയവന് മംഗളം എന്ന് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്. ഇമാം ഇബ്നു റജബ് ഹംബലി അദ്ദേഹത്തിനെ പറ്റി കാണാൻ സാധിക്കും. ലമ്മാ കാന ശഅബാനു കൽ മുഖദ്ദിമത്തി ലിറമളാൻ, റമളാനിൽ ശറാക്കപ്പെടുന്ന നോമ്പ്, ഖുർആൻ പാരായണ തുടങ്ങിയ ഇബാദത്തുകളും ഷഅബാനിലൊക്കെ ശറാക്കപ്പെട്ടിട്ടുണ്ട്. റമളാനിന്റെ ഒരു മുഖവുരയാണ് എന്തെന്ന് ഷഅബാൻ മാസം എന്നത്. അതായത് റമളാനിൽ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിനും മനസ്സുകൾക്ക് ഇബാദത്തുകളൊക്കെ സജ്ജമാക്കുന്നതിനും വേണ്ടിയൊക്കെ ഷഅബാനിൽ സർവാത്മാ കീഴൊതുങ്ങി ജീവിക്കണം എന്നൊക്കെ ഉള്ള നിർദ്ദേശം അദ്ദേഹത്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, അതുപോലെ തന്നെ ഷഅബാൻ 15 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഷഅബാൻ 15 ഒരു പ്രത്യേകത സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ മറ്റു പല മുഹദ്ദിസുകളും ഒരു പ്രത്യേകതയും ഷഅബാൻ 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ ഷഅബാൻ 15 കൊടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഈ രൂപത്തിൽ സഹിയായി വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ലയത്തലിയു ഫീ ലൈലത്തി നിസ്ഫി മിൻ ഷഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി ഇല്ലാ മുശ്രിക്കിൻ ഔ മുശാഹിൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഅബാന്റെ 15 രാവിൽ എല്ലാ അള്ളാഹുവിന്റെ അടിമകൾക്കും പുറത്തു കൊടുക്കും. ആർക്കൊഴികെ? മുശ്രിക്കിനും മുഷാഹിനും ഒഴികെ. മുശ്രിക്കിനും മുഷാഹിനും ഒഴികെ. ആരാണ് ഈ മുശ്രിക്ക്? നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണ്. എന്നാൽ മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പകയും ശത്രുതയുള്ളവനും ഒഴികെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഅബാന്റെ 15 പുറത്തു കൊടുക്കുന്നു കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സഹീഹ് ജാമിലൊക്കെ വന്ന ഹദീസ് കാണാം, ഇന്നല്ലാഹ യത്ലി അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ ഫയഗ്ഫിറു ലിൽ മുഅ്മിനീന വയുംലിൽ കാഫിർ. ഷഅബാന്റെ പകുതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകൾക്ക് നീട്ടിക്കൊടുക്കുകയും മുഴുവൻ സത്യവിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. വയദഉ ഔലൽ ഇക്ദി ബിഇക്ദിഹിം അതാ യദഉ, പരസ്പരം പകയിലും വിദ്വേഷത്തിലും കഴിയുന്നവരെ അവൻ അത് ഉപേക്ഷിക്കുന്നവരെ ഒഴിവാക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഹദീസുൻ സഹീഹുൻ, ഇത് ശരിയായ ഹദീസാണ്. റുവിയൻ ജമാഅത്തി മിൻ സഹാബി ഫീ തുർക്കി മുഖ്തലിഫത്തിൻ യസുദ്ദു ബഅ്ദുഹാ ബഅദ്, അതായത് ഒരുപാട് സഹാബികളിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ, അബൂ സൽഅബ, അബ്ദുല്ലാഹി ഇബ്നു അംർ, അബീ മൂസൽ അശ്ശരി, അതുപോലെ തന്നെ അബൂ ഹുറൈറ, അബൂബക്കർ സിദ്ദീഖ്, ആയിഷ റളിയല്ലാഹു അൻഹ, ഔഫ് ഇബ്നു മാലിക്, ഒരുപാട് പേര് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിൽ വന്നത് കൊണ്ട് തന്നെ ഈ ഹദീസ് സഹിയാണ്. ഇത് മനസ്സിലാക്കി തരുന്ന എന്താ? റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു. മുശ്രിക്കിനും പകയും വിദ്വേഷവും വെച്ച് പുലർത്താത്ത മുഴുവൻ സത്യവിശ്വാസികൾക്ക്, മുശ്രിക്കായ ശിർക്ക് വെക്കാത്ത, അതുപോലെ തന്നെ പകയും വിദ്വേഷവും വെച്ച് പുലർത്താത്ത മുഴുവൻ സത്യവിശ്വാസികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ഒരു മാസവും കൂടിയാണ് ഷഅബാൻ. നമ്മൾ അമാലുകൾ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും വരും. അതുപോലെ തന്നെ മനുഷ്യരുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസം റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നൊരു മാസം ഷഅബാൻ 15 രാവിൽ നേരത്തെ പറഞ്ഞതുപോലെ മുശ്രിക്കിയോ വിദ്വേഷമോ വെച്ച് പുലർത്താത്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കപ്പെടുന്നൊരു മാസം എന്നിങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മാസം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ മാസത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ നമ്മൾ എടുക്കുകയും നോമ്പുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമീപന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. ഷഅബാൻ മാസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഷഅബാൻ 15
അപ്പോൾ സുന്നത്ത് നോമ്പ് ബറാത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അന്ന് പ്രത്യേകമായൊരു പായസം ഉണ്ടാക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ശഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പ് സുന്നത്താക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ശഅബാനിൽ ഒരാൾക്ക് ഏറ്റവും അധികം നോമ്പ് നോൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ അയാൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റ് പോലെ ഒരു ദിവസം നോമ്പ് ഒഴിവാക്കി, മറ്റൊരു ദിവസം നോമ്പെടുത്ത്, മറ്റൊരു ദിവസം നോമ്പ് നോറ്റ്, മറ്റൊരു ദിവസം നോമ്പ് ഒഴിവാക്കി, ഇങ്ങനെ അയാൾ ശഅബാൻ 15 വന്നാൽ അയാൾക്ക് നോമ്പ് നോൽക്കാം. അതുപോലെ തന്നെ അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ദിവസങ്ങളിൽ ഒരാൾ നോമ്പുകാരനാണ്, അയാൾ എല്ലാ മാസവും നോമ്പ് നോൽക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ശഅബാനിലെ അയ്യാമുൽ ബീദിൽ ഞാൻ നോമ്പ് നോൽക്കും എന്ന് വിചാരിക്കുന്നൊരു വ്യക്തി അയാൾക്ക് 13, 14, 15 നോമ്പ് നോൽക്കാം. അതുപോലെ തന്നെ ഒരാൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പതിവായി നോമ്പ് നിൽക്കുന്ന ആളാണ്. അയാൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റുകൊണ്ടിരിക്കെ ശഅബാൻ 15 ഒരു വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ വന്നാൽ അയാൾക്ക് നോമ്പ് നിൽക്കാം എന്നല്ലാതെ ശഅബാൻ 15 ഒരു ബറാത്തിന്റെ ദിവസമാണ്, അന്ന് പ്രത്യേകമാക്കപ്പെട്ടൊരു ദിവസമാണ്, അന്ന് നോമ്പ് നിൽക്കണം എന്ന് വിചാരിച്ചൊരു നോമ്പ് നോറ്റാൽ അത് ബിദ്അത്തായ നോമ്പാണ്. ഉദാഹരണത്തിന് ഈ ജുമാ, നമുക്ക് ജുമാ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കൽ മഹത്തരമായ പുണ്യകരമായ സംഗതിയാണ്. അയാൾക്ക് സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം, ഇബ്രാഹിം സലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം എന്ന് ഒരാൾ നിശ്ചയിക്കുകയാണ്. ഖുതുബക്ക് മുമ്പ് 15 സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സുന്നത്തുണ്ട്, അത് ഞാൻ നിർവഹിച്ചിരിക്കും എന്ന് കരുതി അയാൾ പള്ളിയിൽ വന്ന് എണ്ണം പിടിച്ച് 15 സുന്നത്ത് നോമ്പ് 15 സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന പോരിശുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ സ്ഥിരമായിട്ട് ചൊല്ലുന്നുണ്ടെങ്കിലോ അത് ബിദ്അത്തായി മാറി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതത്തിൽ പഠിപ്പിക്കാത്ത സംഗതിയായി മാറി. അതുകൊണ്ട് തന്നെ ശഅബാൻ 15 ബറാത്ത് ദിനമാണ് എന്ന് കരുതി നോമ്പ് നിൽക്കുകയോ അന്ന് ഏതെങ്കിലും തരത്തിൽ പുണ്യകരമായ സംഗതി ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് വന്ന എല്ലാ റിപ്പോർട്ടുകളും ഒന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതോ അങ്ങേയറ്റത്തോ ദുർബലമായ റിപ്പോർട്ടാണ്. ഇത് വെറുതെ പറയുന്നല്ല സഹോദരന്മാർ. ഇമാം ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ മൗദൂആത്തിലാണ് ഉൾപ്പെടുത്തിയത്. ശഅബാൻ 15 പ്രത്യേകമാക്കപ്പെട്ടു വന്ന എന്തൊക്കെ ഹദീസുണ്ടോ, നേരത്തെ പറഞ്ഞ ഹദീസ് ഒഴികെ മറ്റുള്ള എന്തൊക്കെ ഹദീസുണ്ടോ അതൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയത് കിതാബുൽ മൗദൂആത്തിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ച് എന്ന് പറയുന്ന കിതാബിലാണ്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി തന്റെ ശഅബുൽ ഈമാനിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ അബുൽ ഖത്താദ് ഇബ്നു ദഹിയ അദാഉ മാ വജിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ അബൂ ശാമ അഷ്ശാഫി അൽ ബായിസ് വലാ ഇൻകാരിൽ ബിദി വൽ അഹാദിസ് എന്ന കിതാബിൽ ഉൾപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞ കിതാബ് ഏതാണെന്നറിയോ? ദുർബലമായ ഹദീസുകളും അനാചാരങ്ങളെയും കുറിക്കുന്ന കിതാബുകളാണ്. ആ കിതാബുകളിലാണ് ഇതൊക്കെയും ഉൾപ്പെടുത്തിയത്. മാത്രമല്ല ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് വഅമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസ് കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദി ലാ മിൻ ഹൈദു ഖുസൂസുഹു വലാ ഹദീസ് മസ്കൂറ അൻ ഇബ്നു അജാദ് ദഈഫ്. അയ്യാമുൽ ബീദിന്റെ നോമ്പല്ലാത്ത ശഅബാൻ 15 പ്രത്യേകമായി എന്തെങ്കിലും ഒരു നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ അത് സുന്നത്തല്ല, അത് ബിദ്അത്താണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹദീസുകളും എന്താണ്? ദുർബലമാണ് എന്നാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി പറഞ്ഞു. ഷാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന പ്രഗൽഭ പണ്ഡിതനാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി. അദ്ദേഹം പറയാണ് അസ്സലാത്തു മഅറൂഫ ബിസ്സലാത്തി റഗായിബ് وهي 12 ركعة تصلى بين المغرب والعشاء ليلة أول جمعة في رجب وصلاة ليلة النصف من شعبان 100 ركعة وهاتان الصلاتان بدعتان منكران كبيحتان ولا يكثر بذكرهما في كتاب قوت القلوب وإحياء علوم الدين ولا في الحديث مذكور فيهما فإن كل ذلك باطل ولا يكثر ببعض من اشتبه عليه حكمها من الأئمة فصنف ورقات في استبابهما فإنه قالت في ذلك. സലാത്തുർ റഗാബ് എന്നറിയപ്പെടുന്ന ആഗ്രസഫലീകരണ നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരം റജബ് മാസത്തിലെ ആദ്യത്തെ ജുമാ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിൽ നിസ്കരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. 12 റക്അത്ത് നിസ്കാരമാണ്. അതുപോലെ ശഅബാൻ 15 നിസ്കരിക്കുന്ന 100 റക്അത്തുള്ള നിസ്കാരം, ഇവ രണ്ടും ബിദ്അത്താണ്. അവ അങ്ങേയറ്റം വലിയ തിന്മയും മ്ലേച്ഛവുമാണ്. കുതുബുൽ ഖുലൂബ്, ഇയാം ഉലൂമുദ്ദീൻ എന്നീ ഗ്രന്ഥങ്ങളിലോ അവ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാലോ മറ്റുമായി ഹദീസ് ഉണ്ടോ എന്ന് കരുതിയത് കൊണ്ടോ മതവിധി വ്യക്തമല്ലാത്തതിനാൽ
അത് പുണ്യകരമാണ് എന്ന നിലക്ക് കൃതി എഴുതിയ ഇമാമികളുടെ വാക്കുകൾ കണ്ട് ആരും വഞ്ചിതരാകരുത്. കാരണം അവർക്ക് അവർക്ക് ആ വിഷയത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു. അതിനെ വ്യക്തമാക്കുന്ന പല പണ്ഡിതന്മാരും എഴുതിയ ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലാരും വഞ്ചിതരായി പോകരുത് എന്ന് പ്രഗത്ഭരായ അഹ്ലുൽ സുന്നയുടെ ഷാഫി ഫുഖാൽപ്പെട്ട പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇതുമായി സംബന്ധപ്പെട്ട ഷാബാൻ 15-മായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. ആ അനാചാരങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ബലാവുകൾ, ദുരിതങ്ങൾ നീങ്ങുവാനും ദീർഘായുസ് ലഭിക്കുവാനും ദാരിദ്ര്യം മാറുവാനെന്നൊക്കെ പേരിൽ 6 റക്അത്ത് നിസ്കാരം. അതുപോലെ തന്നെ ഷാബാൻ 15-നാണ് ഓരോരുത്തരുടെയും ഓരോ വർഷത്തിലേക്കുള്ള ഉപജീവനവും മറ്റ് കണക്കാക്കുക. അതുപോലെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയും ആയുസ് വർദ്ധവിന് വേണ്ടിയും മരണപ്പെട്ടു പോയവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രസ്തുത ദിവസത്തിൽ 3 യാസീനുകൾ പാരായണം ചെയ്യുന്ന രീതി, ഇതൊക്കെ തനിച്ച ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുർആൻ സൂറത്തിനെ പറ്റി പരാമർശിപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കാരണമാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു മഹത്വം ഷാബാൻ 15-ൽ യാസീൻ ചൊല്ലിയത് കൊണ്ട്, സൂറത്ത് യാസീൻ ചൊല്ലിയത് കൊണ്ടുള്ള ഒരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം ദീനിൽ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിലും പ്രവാചകന്റെ പേരിലും കള്ളത്തരം കെട്ടിച്ചമക്കലാണ്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കസിബൻ ഔ കസ്സബ ബിആയാതി. അള്ളാഹുവിന്റെ പേരിൽ ആരാണ് കള്ളം കെട്ടിച്ചമക്കുന്നത്, അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുന്നത്, അവനേക്കാൾ ഏറ്റവും കടുത്ത അക്രമി ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് പഠിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ തന്നെ ധാരാളമാണ്. അതന്നെ എടുത്ത് ചെയ്ത് തീർക്കുന്നതിൽ അപ്പുറമാണ്. അപ്പൊ പഠിപ്പിക്കപ്പെടാത്ത കർമ്മങ്ങൾ ചെയ്താൽ എന്താണ് ദോഷം? അതിനുള്ള തിന്മകൾ, അതിനുള്ള ശിക്ഷ നമ്മൾ അല്ലാഹുവിനെ ഏറ്റുവാങ്ങേണ്ടി വരും. ചെയ്ത കർമ്മങ്ങൾക്കാകട്ടെ ഒരു കൂലിയുമില്ലാതിരിക്കും. എന്നാൽ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി നിശ്ചയിക്കപ്പെട്ട വളരെ നിസ്സാരമായ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ അത് മഹത്തരമായ കാര്യമായിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെടാത്ത വളരെ നിസാരമായ കാര്യം പോലും അത് അള്ളാഹുവിന്റെ അടുക്ക് വലിയ കുറ്റകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് ഷാബാൻ 15-ന്റെ പാട്ടിലേക്ക് വിടുക. അന്ന് സാധാരണഗതിയിൽ നോമ്പ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് നോമ്പ് നിൽക്കാം, അയ്യാമുൽ ബീദിന്റെ. അല്ലാതെ പ്രത്യേകമായി പുണ്യകരം എന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു ആചാരങ്ങളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ഗൗരവമായ ചിന്ത നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. മറിച്ച് ഷാബാൻ മാസം പുണ്യകരമായ മാസമാണ്. ഏത് ദിവസം ഒരാൾക്ക് നോമ്പ് നിൽക്കാം. അവർക്ക് നോമ്പ് നോറ്റ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നോമ്പ് നോറ്റ് തുടർന്ന് റമളാനിലേക്ക് പ്രവേശിച്ചാൽ അയാൾ അള്ളാഹുവിൻ്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെയാണ് അനുധാവനം ചെയ്യുന്നുള്ള ചിന്തയും ബുദ്ധിയും യുക്തിയും അത് നമ്മൾ വെച്ച് പുലർത്തുക. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിൽപ്പെടാത്ത എന്തൊക്കെ ബിദഅത്തുകളുണ്ടോ അതൊക്കെ വർജിച്ചുകൊണ്ട് ജീവിക്കുക. അത്തരക്കാരാകാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളുടെ നമ്മുടെ വിശ്വാസം നേരിച്ചൊഴിയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമാക്കുക, സുന്നത്തിനോട് പ്രത്യേകമായ ഒരു സ്നേഹം കാണിക്കുക, എല്ലാതരം വിദ്യത്തുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, ആചാരങ്ങളും അറിയുക, അനാചാരങ്ങളെ തിരിച്ചറിയുക. അതുപോലെ തന്നെ കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. സംഗീതം, സിനിമ, സീരിയൽ, മ്യൂസിക്, കണ്ടമാനമുള്ള വീഡിയോകൾ അതൊക്കെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ജീവിതം മെച്ചപ്പെടുത്തുക. ഫോണിൻ്റെ അഡിക്ഷൻ അതിൽ നിന്ന് ഒഴിവായിക്കൊണ്ടുള്ള ഒരു തുറന്ന മനസ്സുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവെ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാൻ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ചു കൊണ്ട് കഴിയുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, മരണസമയത്ത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്ന ദുര്യോഗമായ മരണാവസ്ഥകൾ, അള്ളാഹുവെ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അള്ളാഹുവെ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റിത്തീർക്കണമേ. അള്ളാഹുവേ, നമ്മുടെ നിശ്വാസത്തിൻ്റെ അവസാന നിമിഷം വരെ നിന്നിൽ വിശ്വസിച്ചു, നിനക്ക് വേണ്ടി നിസ്കരിച്ചു മരണം വരിക്കുന്ന ഭാഗ്യവന്മാരിൽ
നീ നമ്മളേവരെയും ഉൾപ്പെടുത്തണമേ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും നീ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.